everyone and welcome to a super brand new episode of Once Upon a Time. We know that happiness is all about discovering it by oneself and sharing it with others. നമ്മൾ സന്തോഷം സ്വയം കണ്ടെത്തുക എന്നിട്ട് അത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക. അപ്പോൾ ഒരുപാട് തമാശകൾ കേട്ട് സന്തോഷിച്ച് ഒത്തിരി നല്ല ആരോഗ്യത്തോടെയും പോസിറ്റിവിറ്റിയോടെയും ഇരിക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ എപ്പിസോഡ് ഇവിടെ കിക്ക് സ്റ്റാർട്ട് ചെയ്യാം. So once again welcome to Once Upon a Time. ഏറെ സ്നേഹപൂർവ്വം നമുക്ക് ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം രമേശ് പിഷാരടി. രമേശ് ഏട്ടാ വെൽക്കം. നമുക്കേറെ പ്രിയപ്പെട്ട പ്രചോദ് കലാഭവൻ. പ്രചോദ് ഏട്ടാ വെൽക്കം. And now let's welcome our contestants and they are Lalvi and Jitu. നല്ലൊരു കൈയ്യടി കൊടുത്തു നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. Come on everyone. Once upon a time, once upon a time, once upon a time, once upon a time. പ്രചോദിത introducing ലാൽവി and ജിത്തു. ചേട്ടാ നമസ്കാരം. ഓക്കെ നമസ്കാരം. രണ്ടുപേർക്കും നമസ്കാരം. അമ്മാവ നമുക്ക് കളയാൻ സമയമില്ല. നമുക്ക് സമയം ഒട്ടും കളയേണ്ട ആവശ്യമില്ല. ഞാൻ റെഡിയാക്കി വെച്ചേക്കൂടാ. സമയങ്ങളൊക്കെ ടൈമർ റെഡിയാണ്. ഒക്കെ റെഡിയാക്കി വെച്ചേക്കണേ. കോമഡി തുടങ്ങിക്കോട്ടെ. തുടങ്ങാം. അടിച്ചോ. തുടങ്ങല്ലേ. ചേട്ടാ നമ്മുടെ നാട്ടിലെ ഈ പണ്ട് ഓണമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ നാട്ടുമ്പുറത്തൊക്കെ എല്ലാവരും കൂടെ ചെറു നാടകങ്ങളൊക്കെ കളിക്കും. എൻ്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴായിരുന്നു ഓണം. അപ്പോൾ അളിയൻ അവിടെ ഒരു നാടകം കളിക്കുന്നുണ്ട്. അപ്പോൾ അളിയൻ ഈ കാര്യം അളിയൻ നല്ല ഒന്നാന്തരം പൊങ്ങച്ചക്കാരനാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ അളിയൻ ഇവിടെ വീട്ടിൽ വന്ന് അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞു. അമ്മമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിച്ചു. അപ്പുറത്തെ വീട്ടിൽ ചിറ്റപ്പനും ചിത്തേനൊക്കെ എല്ലാവരും നാടകം കാണാൻ വിളിച്ചു. അയൽവക്കാരൊക്കെ വിളിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓണത്തിന് അളിയൻ്റെ വീട്ടിൽ പോയി സദ്യയൊക്കെ കഴിച്ചു. അങ്ങനെ വൈകുന്നേരം അളിയൻ്റെ നാടകം തുടങ്ങാൻ നിൽക്കണം. അളിയൻ അതിനകത്ത് ഒരു മുനിയുടെ വേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ അളിയൻ നമ്മൾ ചെല്ലുമ്പോൾ മേക്കപ്പൊക്കെ ഇട്ട് കാഷായ വസ്ത്രമൊക്കെ ധരിച്ചോടെ നിൽപ്പുണ്ട്. അങ്ങനെ നാടകം തുടങ്ങി ഈ രണ്ടാമത്തെ സീനായപ്പോൾ ഇതിൽ രാജാവായിട്ട് അഭിനയിക്കുന്ന പ്രധാന നടൻ്റെ കയ്യിൽ ഡയലോഗൊക്കെ മറന്നുപോയി. പുള്ളി അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങും. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഈ രാജാവ് വിളിച്ചാലേ അളിയന് എൻട്രി കിട്ടുള്ളൂ. അളിയനാണെങ്കിൽ അവിടെ കിടന്ന് ഒരു രക്ഷ രാജാവ് വിളിക്കണമില്ല. അളിയൻ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് കയറി അങ്ങോട്ട് ചെന്ന്. അപ്പോൾ രാജാവ് ചോദിക്കുക, അല്ലയോ മഹാമുനി, ഈ സമയത്ത് നിങ്ങളോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? കടക്കുടോ പുറത്തുനിന്ന്. പളിയൻ പറയണേ, ഇല്ല, എനിക്ക് പറയാനുള്ള ഡയലോഗ് മൊത്തം ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ. എൻ്റെ അമ്മായച്ചനും അമ്മായമ്മയൊക്കെ നാടകം കാണാൻ വന്നിട്ടുണ്ടോ? ചേട്ടനൊക്കെ ഒരുപാട് കലാ ഫീൽഡിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. പ്രചോദനൊക്കെ പണ്ട് മിമിക്രി കളിക്കാൻ പോയും പിഷാടി ചേട്ടനൊക്കെ ഒരുപാട് സ്റ്റേജ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഉത്സവമൊക്കെ നടക്കുമല്ലോ. ഉത്സവം നടക്കുമ്പോൾ ഒരു ഇടി പതിവാണ്, പ്രത്യേകിച്ച് ഗാനമേള. അപ്പോൾ ഗാനമേള നടക്കുന്നതിനിടയിൽ ഭയങ്കരമായ ഇടി അമ്പലത്തിൽ. അപ്പോൾ ഇടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇടുന്ന ഒരുത്തം ഭയങ്കര ഇടി. അപ്പോൾ ഇവൻ കത്തിയെടുത്ത് വീശി മാറാന്നൊക്കെ പറഞ്ഞിട്ട് കത്തിയെടുത്ത് വീശുക. അപ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, സെക്രട്ടറി അളിയനാ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇയാൾ സെക്രട്ടറി പറഞ്ഞു, ചേട്ടൻ്റെ അളിയനാ രാജനോടെ കിടന്ന് ഭയങ്കര പ്രശ്നം, കത്തിയൊക്കെ വീശണം, ആര് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, മൈക്കെടുത്ത് പറയട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഗാനമേളക്കാരെ മൈക്കിൽ ഡിലേ ഇട്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ. പളിയും വന്നിട്ട് രജ 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 എടാ രജ 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 എടാ കത്തി താഴെയറ ഇറ 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 അളിയനടാ പറയുന്നത്, കത്തി താഴെടാ. രാജൻ പറയും, ഒന്ന് പോടാന്ന്. അപ്പോൾ രാജനും അളിയനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അളിയൻ മൈക്കിൽ കൂടെ രാജനെ പൂരത്തെറി. അവസാനം ഡിലേ ഇട്ട് തെറി പറഞ്ഞ് നാട്ടുകാരെ കേൾപ്പിച്ച് അളിയനെ പോലീസ് കൊണ്ടുപോയി. കുറച്ചുകൂടെ സെക്കൻഡ്സ് ബാക്കിയുണ്ട്. ജിത്തു ചേട്ടാ, എൻ്റെ വീടിനടുത്തൊരു അയ്യപ്പൻ ചേട്ടനുണ്ട്. ഈ അയ്യപ്പൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷനായ അയ്യപ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാനം കാണുക, കിണറിന് കുറ്റിയടിക്കുക, അങ്ങനെയുള്ള ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. ഈ പുള്ളീനെ വിളിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കുറച്ച് എക്സ്ട്രാ ചെയ്യും. അതായത് കുറച്ച് ഈ ശംഖ് കറക്കുക, കുറച്ച് പൂവിട്ട് പൂജിക്കുക, മണി കിലുക്കുക, അങ്ങനെ കുറച്ച് എക്സ്ട്രാ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിനെ എല്ലാവർക്കും ഈ പൂജയ്ക്കൊക്കെ വിളിക്കും. അങ്ങനെ ഒരു സ്ഥലത്ത് പുള്ളി ഈ വീടിന് കുറ്റിയടിക്കാൻ വേണ്ടിയിട്ട് ചെന്നിരിക്കുക. അപ്പോൾ പുള്ളി ഈ വീടിന് കുറ്റിയടിച്ച് കുറച്ച് മന്ത്രമൊക്കെ ചൊല്ലി കുറച്ച് മണിയൊക്കെ കലക്കി പോക്കിട്ട് പൂജിച്ച് ഈ ശംഖിനകത്ത് തീർത്ഥം എടുത്തിട്ട് ഇങ്ങനെ തളിക്കുമല്ലോ. അപ്പോൾ വലിയ ശംഖാണ്. പുള്ളി ശംഖിന് തീർത്ഥം എടുത്ത് ഇങ്ങനെ തളിക്കുന്ന സമയത്ത് കൈ വിട്ടുപോയിട്ട് ഈ ഓണർ നെറ്റിക്കടിച്ച് നെറ്റി പൊട്ടി ചോര ഒഴുകുക. അപ്പോൾ പെട്ടെന്ന് പുള്ളിക്ക് മനസ്സിലായി ഇത് പണി കിട്ടുമെന്ന്. അപ്പം തന്നെ പുള്ളി പറയാണ്, തിരുനെറ്റിക്കലശം കഴിഞ്ഞു, ചോരയാണ് ലക്ഷണം, ശുഭലക്ഷണമെന്ന്.
ഈ അപ്രത്യക്ഷനായ അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഞങ്ങളുടെ സ്ഥലത്ത് ഈ ഓണത്തെ സമയത്ത് അത്തം 10 ദിവസം ഈ ചേട്ടന്മാരെല്ലാം കൂടി ചീട്ട് കളിക്കും. ചീട്ട് കളിക്കുന്നത് വെച്ചാൽ 10 രൂപ 20 രൂപയൊക്കെ വെച്ചിട്ടുള്ള ചീട്ട് കളിയാണ്. അങ്ങനെ ഈ അയ്യപ്പൻ ചേട്ടനും കൊണ്ട് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പോലീസ് വന്നു. ഇത് കളിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റബ്ബർ തോട്ടമാണ്. ഈ റബ്ബർ തോട്ടത്തിൽ ഇങ്ങനെ ഈ തോട്ടപ്പയർ കയറി കിടക്കുക. റബ്ബറിൽ ഒരു പയർ ഇടുമല്ലോ, ആ തോട്ടപ്പയർ ഇങ്ങനെ കയറി കിടക്കുക. പെട്ടെന്ന് പോലീസ് വരുമ്പോൾ എല്ലാവരും അങ്ങ് ചെതറി ഓടി ഈ പോലീസുകാരെല്ലാവരും ഓടിച്ച് പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ പോയി ഇവരെ ജാമ്യത്തിൽ കൊണ്ടുവന്നു. ജാമ്യത്തിൽ കൊണ്ടുവന്ന് നാട്ടിൽ വന്നിപ്പോൾ ഈ അയ്യപ്പൻ ചേട്ടനെ കാണാനില്ല. അവർ വീണ്ടും സ്റ്റേഷനിൽ നിന്നു. സാറേ നമ്മളെല്ലാവരുടെയും ജാമ്യത്തിൽ എടുക്കാനാണല്ലോ വന്നത്, എന്നാലും അയ്യപ്പൻ ചേട്ടനെ വിടാത്തിന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ആരും അങ്ങനെ ഇത്രയും പേരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ, നമുക്ക് അയ്യപ്പനെ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരു പോലീസുകാരൻ പറയാണ് അയ്യപ്പനാണോ എന്നറിയില്ല, ഓടിപ്പോകുന്ന വഴിക്ക് അപ്രത്യക്ഷനായി എന്ന് പറഞ്ഞു. അതെന്താണ് ഒരാൾ അപ്രത്യക്ഷനാവുന്നത് എങ്ങനെ? അപ്പോൾ ഈ എവിടെ നിന്നാണ് അപ്രത്യക്ഷനായ ആ സ്പോട്ട് ചോദിച്ചു. അങ്ങനെ ആ സ്പോട്ട് നോക്കി ഇവർ ചെന്നപ്പോൾ സംഭവം എന്നാ ഇങ്ങനെ പയർ മൂടി കിടക്കുന്നതിൻ്റെ അടിയിൽ ഒരു കിണറുണ്ടായിരുന്നു. അത് കണ്ടില്ല. പുള്ളി ഓടിപ്പോയിട്ട് കിണറിലേക്ക് താഴേക്ക് പോയി. പോലീസ് വിചാരിച്ചു ഇയാൾ അപ്രത്യക്ഷനായെന്ന് വിചാരിച്ചു, ഇയാൾ പേടിച്ചിട്ട് പോയി. അങ്ങനെ ഇയാളെ തിരിച്ചു കൊണ്ടുവന്ന് ഒരു ഷാപ്പിലിരുന്ന് ഇങ്ങനെ ഈ ചീട്ട് കളിച്ച് പോലീസ് പിടിച്ച കഥയൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ അയ്യപ്പൻ ചേട്ടൻ പറഞ്ഞു, എടാ ആ കുമാരനാണ് ഒറ്റിയത്, ഈ കുമാരൻ ഒരു കൂട്ടുകാരൻ പോലീസുകാരനുണ്ട്, അവൻ പറഞ്ഞു കൊടുത്തായിരിക്കും എന്ന് പറഞ്ഞ് അതൊരു ചർച്ചയായി. അപ്പോൾ പിറ്റേ ദിവസം ഈ കുമാരൻ വന്നിട്ട് ഈ അയ്യപ്പനോട് ചോദിച്ചു, നീ എന്താടാ ഞാനാണ് ഒറ്റിയെന്നൊക്കെ പറഞ്ഞ് ഈ അയ്യപ്പൻ ചേട്ടൻ പിടിച്ചു 2 അടി കൊടുത്തു. അയ്യപ്പൻ ചേട്ടൻ ഈ അടി കൊണ്ട് സഹിക്കാൻ പറ്റുമെന്ന് പറയും. എടാ നിന്നെയല്ല, നീയാണെങ്കിൽ ഞാൻ കാനമല കുമാരൻ എടുത്തു പറയത്തില്ലേ, ഇത് മറ്റേ പഴുക്കാനി കുമാരനാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഈ പഴുക്കാനി കുമാരൻ വന്നിടി. അങ്ങനെ അത്തം മുതൽ 10 ദിവസം ആ നാട്ടിലുള്ള സർവ്വകുമാരന്മാരും ഈ അയ്യപ്പൻ ചേട്ടൻ ഇടിച്ചു. ചേട്ടാ നമ്മുടെ നാട്ടിലെ ഈ ആൾക്കാർ ചിലരങ്ങോട്ട് ഓവറായിട്ട് മദ്യപിക്കും. ഇപ്പോൾ വെറുതെ കിട്ടിയാലൊക്കെ ഇഷ്ടംമാര് കുടിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു പുള്ളിക്കാരൻ അടിച്ച് സെറ്റായി എന്ന് വെച്ചാൽ വെറുതെ എങ്ങനെ ആരണ്ട് കൊടുത്താണെന്ന് തോന്നുന്നു, വലിച്ചു വാരി കയറ്റി പുള്ളി ഇങ്ങനെ KSRTC ബസ്സിൽ ഇങ്ങനെ വരിക. അപ്പോൾ അടിച്ചിട്ട് പുള്ളിക്ക് ഇരിക്കാൻ പാടില്ല. പുള്ളി ഇങ്ങനെ നേരെ വന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ തല പോയിട്ട് സീറ്റിലിടിക്കും, പിന്നെയും പോയി ഇടിക്കും. 3ാമത്തെ ഇടിക്കുക തല പൊട്ടി, ഇയാൾ അറിയുന്നില്ല, ചോര ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇയാളുടെ വൈഫ് വിളിച്ച് നിങ്ങളെവിടെ? അപ്പോൾ ഇയാൾ പറയാണ്, എടി ഭയങ്കര മഴയാ, ഞാനൊരു കടയിൽ കയറിയിരിക്കുവാന്ന്. നമ്മുടെ കൂട്ടുകാരൊക്കെ ടൂറ് പോകും അല്ലേ? നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും ടൂറ് പോകും. അപ്പം ഈ ടൂറ് പോകുമ്പോൾ ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യമുണ്ട്, ഈ ടൂറ് പോയി കഴിഞ്ഞാൽ മാത്രം കണ്ണട വെച്ചൊരു ഫോട്ടോ വരും. വേറെ ആണെങ്കിൽ കണ്ണട വെച്ചില്ല, അപ്പോൾ ഒരു കണ്ണട വെച്ചൊരു പെറുമുടയൊക്കെ ഇട്ടൊരു ഫോട്ടോ വരും. അപ്പോൾ ഇവർ ഇതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് പേര് ടൂറ് പോയി. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഏരിയയിലൊക്കെ പോകുമ്പോൾ ഈ കുരങ്ങിൻ്റെ ശല്യം ഉണ്ടാവുമല്ലോ. ഇവന്മാരവിടെ ചെന്ന് ഈ പക്കവിടെ മേടിച്ചുമ്പോൾ തിന്നുകൊണ്ടിരിക്കുക, കണ്ണടയൊക്കെ വെച്ച് തിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കുരങ്ങ് വന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയപ്പോൾ ഇവൻ ആകെ ഇതായി, വാ ഇതിപ്പോട്ടെ കുരങ്ങല്ല തിന്നട്ടെ എന്ന് പറഞ്ഞ് ഇവൻ വിട്ടു. അപ്പോൾ ഇവൻ്റെ കൂട്ടുകാരനെ പറഞ്ഞടാ വേറെ വല്ലതും മേടിച്ചോ, നമുക്കൊരു പോണ വഴി കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൂട്ടുകാരൻ പോയിട്ട് ഈ തിന്നണ സാധനം മേടിച്ചിട്ട് ഇങ്ങനെ ഷട്ടിൻ്റെ ഇടയിൽ പാത്തിങ്ങനെ നടന്നു വരിക. അപ്പോൾ ഇവൻ ചോദിച്ചു, എന്നാടാ മേടിച്ചത്? കപ്പോടെ മിച്ചറോ? എടാ ഭയം പറ, കുരങ്ങ് കേൾക്കുമെന്ന്. എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ അടുത്ത കാലത്ത് പെണ്ണ് കാണാൻ പോയി. അപ്പോൾ പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണ് കണ്ടു, ചെറുക്കനും പെണ്ണിനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ചെറുക്കൻ്റെ അച്ഛൻ പെണ്ണിൻ്റെ അച്ഛനോട് ചോദിക്കുകയാണ്, അല്ല പെണ്ണിപ്പോൾ എന്താ ചെയ്യുന്നത്? പെണ്ണിൻ്റെ അച്ഛൻ പറയുക, അല്ല അവളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് വെറുതെ ചുമ്മാ നിൽക്കുക. ചെക്കൻ്റെ അച്ഛൻ പറഞ്ഞേ, എന്നാൽ കുഴപ്പമില്ല, ഇവർ രണ്ടുപേരും കൂടെ എപ്പോൾ നിന്നോളൂല്ലോ. താങ്ക് യു ലാൽവി. ചേട്ടാ എൻ്റെ വീട്ടിൽ ഭയങ്കര പല്ലിയുടെ ശല്യമാണ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഈ പല്ലിക്ക് എന്തെങ്കിലും ഒരു പല്ലി മരുന്നിടാം, പല്ലി പോകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് പല്ലി ശല്യം. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ സ്വന്തം വീട്ടിലാണ് ഈ പല്ലിക്ക് ഒരു ശല്യവും ഇല്ല, ഒറ്റ പല്ലി പോലും ഇല്ല എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന്. അപ്പോൾ എൻ്റെ വൈഫ് പറയാം, അത് പല്ലിക്കിരുന്ന് ചിലയ്ക്കാൻ സൗകര്യമുള്ള വീട്ടിലെ പല്ലി ഇരിക്കുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താണ് എൻ്റെ വീട്ടിലെന്തായാലും സൗകര്യക്കുറവെന്ന് ചോദിച്ചപ്പോൾ, എന്തെങ്കിലും ഒരു സത്യം കേട്ടാലല്ലേ ആ പല്ലിക്ക് ചിലയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഇതുപോലെ തന്നെ ഈ അയ്യപ്പൻ ചേട്ടൻ വേറൊരു ഇതുണ്ട്. അയ്യപ്പൻ ചേട്ടൻ ഒരാളെ വേറൊരു അമ്പലത്തിലേക്ക് പുള്ളീനെ ഒരു വഴിപാട് നടത്തിക്കാനായിട്ട് കൊണ്ടുപോവുക. വേറൊരാളെ ഇങ്ങനെ ഒരു അവിടെ പോയി വഴിപാട് നടത്താൻ പറഞ്ഞ ഒരു ചെറിയ അമ്പലം. ഈ അമ്പലത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂജാരി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ കൂടെ ഇത് ആരും ഇതൊന്നുമില്ല, സഹായമായിട്ടൊന്നുമില്ല. അപ്പോൾ ചെന്നപ്പോൾ ഈ നട അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അമ്പലത്തിന് മുമ്പിൽ ഒരു പാത്രത്തിലിങ്ങനെ ചന്ദനം, ഭസ്മം, കളഭം അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അയ്യപ്പൻ ചേട്ടൻ ഒരു പൂജാരിയാണല്ലോ, ഇയാൾ ചെന്ന വഴി കുറേ നേരമൊക്കെ തൊഴുതിട്ട് ഈ തുറക്കാത്തതുകൊണ്ട് പുള്ളി ഇത് ഓരോ സ്പൂണിൽ ഇങ്ങനെ കോരി കയ്യിലിട്ടു. അപ്പോഴാണ് തുറന്നിട്ട് തിരുമേനി വന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും ചെയ്യണത്, അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു കേട്ടോ, അശുദ്ധമായില്ലേ, നിങ്ങൾക്ക് ഈ അമ്പലത്തിൽ ചുറ്റുമൊന്നും അറിയില്ലേ? അപ്പോൾ അയ്യപ്പൻ ചേട്ടൻ പറയാം, ക്ഷമിക്കണം തിരുമേനി, ഇവിടെ ബൊഫയാണെന്ന് ഞാൻ വിചാരിച്ചത്.
അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഇപ്പോൾ സ്ഥിരമായിട്ടൊരു വല്യപ്പം വരുമായിരുന്നു. പുള്ളിക്ക് ഞാൻ 10 രൂപ 20 രൂപയൊക്കെ ചിലപ്പോൾ വരുമ്പോൾ കൊടുക്കും. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സ്ഥിരം വന്നു കഴിയുമ്പോൾ പുള്ളിക്ക് ഒരു അവകാശം പോലെയായി. പുള്ളി നമ്മൾ പൈസ കൊടുത്തില്ല മക്കളോട് ദേഷ്യപ്പെടുക, എന്താണ് നിങ്ങൾ പൈസ തരാത്തതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ആ ഗേറ്റ് അങ്ങ് അടച്ച് പൂട്ടിയേക്ക്, ഇയാൾ വന്നാൽ കയറില്ലല്ലോ. അങ്ങനെ പുള്ളി വരുമ്പോൾ ഗേറ്റ് പൂട്ടിയിട്ടു. കുറച്ച് ദിവസം മുമ്പ് ഈ ഗേറ്റിൻ്റെ ആ സൈഡിൽ ഇതങ്ങ് പോയിട്ട് ഗേറ്റ് അങ്ങ് പൊളിഞ്ഞു പോയി. അപ്പോൾ അത് പൂട്ടാൻ വയ്യ. അപ്പോൾ ഈ 2 ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് വന്ന് അവൻ്റെ കാറുമായിട്ട് വീട്ടിൽ വന്നു. കാറിങ്ങനെ വീടിൻ്റെ മുന്നിൽ ഇട്ടേക്കുക. ഈ ലോക്ക്ഡൗൺ സമയത്താണെങ്കിൽ ഞാൻ ഈ താടിയൊന്നും വളർത്താണ്ട് സാധാരണ പോലെയായിരുന്നു. അപ്പോൾ ഈ അങ്ങേർക്കാണെങ്കിൽ ഒരു 80 വയസ്സൊക്കെ ഉണ്ട്, കണ്ണിന് കുറച്ച് കാഴ്ചക്കുറവുണ്ട്. അങ്ങനെ പിന്നെ പുള്ളി വന്ന് നോക്കുമ്പോൾ ഈ ഗേറ്റ് തുറന്ന് കിടക്കുന്നു, മുറ്റത്തൊരു കാറ് കിടക്കുന്നു. പുള്ളി പതുക്കെ കയറി വന്നു. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, കുറേ നാളായില്ലേ പുള്ളി വന്ന് പൈസ ചോദിക്കുന്നു, നമ്മൾ കൊടുക്കാറില്ലല്ലോ, ഇപ്പോൾ എന്തെങ്കിലും കൊടുത്തേക്കും. നോക്കുമ്പോഴാണെങ്കിൽ 10ൻ്റെ 20ൻ്റെ ഇല്ല. അപ്പോൾ ഒരു 50 രൂപ എടുത്തു കൊടുത്തു. അപ്പോൾ പുള്ളി ഭയങ്കര നന്ദിയൊക്കെ പറഞ്ഞിട്ട് പറയാം, സാറേ ഇവിടെ നേരത്തെ ഒരു 4 താമസിക്കുന്നുണ്ടായിരുന്നു, 10ൻ്റെ പൈസയും തരൂല, ഗേറ്റും പൂട്ടിയിടും. സൂപ്പർ സൂപ്പർ, നല്ല പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരുടെയും. നമുക്കിനി ഇതിന്റെ കുറച്ച് കൂടുതൽ ഫീഡ്ബാക്സ് എങ്ങനെ ഇരുന്നു എന്നുള്ള കമന്റ്സ് നമുക്ക് ചോദിക്കാം ജഡ്ജസിനോട്. ഓവർ ടു രമേശ് ചേട്ടൻ ആൻഡ് പ്രചോദേട്ടൻ. രണ്ടുപേരുടെയും പ്രകടനം ആസ് യൂഷ്വൽ നല്ലതായിരുന്നു. കുറെ തമാശകൾ പറഞ്ഞു. പ്രത്യേകിച്ച് ജിത്തുവിന്റെ എന്താ തിരുനെറ്റി പൂജയോ എന്താ അതിന്റെ പേര്, തിരുനെറ്റി കലശം. തിരുനെറ്റി കലശം വളരെ ഗംഭീരമായിരുന്നു. താങ്കളുടെ തമാശകളും നല്ലതായിരുന്നു അല്ലേ പ്രജോട്ടാ? തീർച്ചയായിട്ടും ലാൽബി രണ്ടുപേരും നന്നായിരുന്നു. പ്രത്യേകിച്ച് ഈ തിരുനെറ്റി കലശം എന്ന് പറയുമ്പം അല്ലേ, അതൊരു പുതിയ വേർഡാണ്. കാര്യം വിട്ടുപോയാൽ അത് അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ പറ്റുള്ളൂ. കാര്യം പെട്ടെന്ന് അതിനൊരു കൺഫ്യൂഷൻ. നമ്മുടെ നാട്ടിലേക്ക് ഈ വെളിച്ചപ്പാടുകൾ ഒരുപാട് പേരുണ്ടല്ലോ. വെളിച്ചപ്പാട് വരുമ്പോൾ ഈ ഒരു വീട്ടിൽ മാത്രം ഇയാൾ കയറത്തില്ല, വാസുചേട്ടൻ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ഇതെന്താ അവിടെ മാത്രം കയറാത്ത? കാര്യം മറ്റിടത്തെല്ലാം വന്നിട്ട് ആരാ ദേവിയല്ലേ എന്ന് നമ്മൾ ചോദിക്കണം. കാര്യം ദേവിയായിട്ടാണ് വരുന്നത്, ആരാ ദേവിയല്ലേ എന്ന് പറയണം. അപ്പോൾ ഇയാളുടെ റിലേഷൻ്റെ വീടാണ്, ആ വീട്ടിൽ മാത്രമേ ഇയാൾ കയറത്തില്ല. കാരണം ഇയാൾ ഈ ഇതും കൊണ്ട് ഇങ്ങനെ തുള്ളി ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ നിൽക്കും, ആരാന്ന് മനസ്സിലായോ, അപ്പം നമ്മൾ ദേവിയല്ലേ എന്ന് പറയണം. അപ്പോൾ ഇത് റിലേഷനാണ്, കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്, ഇങ്ങനെ ആരാ, ഇത് വാസുപാരപ്പനല്ലേന്ന് ചോദിക്കും. ഇയാൾക്കത് ചമ്മല. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പോലെ അങ്ങനെയുള്ള സ്ഥാനത്ത് നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന വെളിച്ചപ്പാടുകളൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ അതിനകത്ത് വന്നു. അതുപോലെ ലാൽബി വളരെ രസകരമായിരുന്നു. കാര്യം ഡയലോഗ് സ്വന്തം നാട്ടിൽ പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പരേഡ് ഗ്രൂപ്പിലൊക്കെ പോയപ്പോൾ നമുക്കറിയാം, സ്വന്തം നാട്ടിലൊരു പ്രോഗ്രാം കിട്ടുമ്പോൾ അവിടെ കൂടുതൽ സ്റ്റാർ പറയാൻ വേണ്ടി ആഗ്രഹിച്ച ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പോൾ ഈ അനുഭവങ്ങൾ നമ്മൾ കണ്ടുപോയിട്ടുണ്ട്. വളരെ രസമായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഇന്നത്തെ രണ്ടുപേരുടെയും പ്രകടനം കണക്കാക്കുമ്പോൾ 1ാം സ്ഥാനം കിട്ടുന്നത് ജിത്തുവിനാണ്, ആൽബി 2ാമനാണ്. ജിത്തു ഓൾ ദ ബെസ്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ക്യാഷ് പ്രൈസ് അത് നമ്മുടെ ഹാപ്പിനെസ് ചലഞ്ചിന്റെ ഭാഗമായിട്ടാണ് നൽകുന്നത്. ഇത് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് രമേശ് ചേട്ടനെയും പ്രചോദേട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നത് ജിത്തു. കൺഗ്രാറ്റുലേഷൻ. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ലാൽബി. അയ്യോ എന്താ 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 ഹലോ അമ്മ എന്ത് പറ്റി? ആശുപത്രി പോണോ? എന്താ നെഞ്ചുവേനാണോ? അല്ല, എനിക്ക് മുട്ടുന്നു. എന്ത്? എനിക്ക് കവിത എഴുതാൻ മുട്ടുന്നു. ഈ സമയത്ത് എപ്പിസോഡ് തീരാൻ പോകുമ്പോഴോ? കഷ്ടമാണ്. വേണ്ട വേണ്ട, കവിത ഒന്നും ഇവിടെ നടക്കൂല ഏട്ടാ, കവിത ഒന്നും ഇവിടെ വേണ്ട മാവാ. അയ്യോ, വയലാർ ONV എഴുത്തച്ഛനൊക്കെ എന്നെ വിളിക്കുന്നു. ദൈവമേ, അയ്യോ പിഷാരടി. എന്താ പിഷാരടി, കാവ്യദേവതേ, പിഷാരടിനോട് ക്ഷമിക്കണേ. അയ്യോ അമ്മേ, അയ്യോ ഇല്ല, ഞാൻ വരില്ല. ആരാ വിളിക്കുന്നേ? നാറാണത്ത് പ്രാന്തനും മാധവിക്കുട്ടിയൊക്കെ എന്നെ തിരിച്ചു വിളിക്കുന്ന. അയ്യോ ഗാന്ധിജി എന്നെ വിളിക്കല്ലേ, ഞാൻ വരില്ല. എന്താ വേണ്ടേ ഇപ്പൊ? എന്താ വേണ്ടേ? എനിക്ക് കവിത എഴുതണം. ആരെങ്കിലും ഒരു പേപ്പർ മേനെ പെട്ടെന്ന് കൊടുത്തേ. കൂടെ ഒരു കോമ്പസ് എന്താ? കോമ്പസ് എന്തിനാ? എനിക്ക് വൃത്തം വരച്ചിട്ട് എനിക്ക് കവിത വരുള്ളൂ. വൃത്തം വേണം. വേണ്ട വേണ്ട വേണ്ട, ആരെങ്കിലും ഒന്ന് പുറം തടവി കൊടുക്ക്. ശരിക്കും പുള്ളിക്ക് ഇവിടെ പേയ്മെന്റ് ഇല്ല, എന്നാലും ഓവർ ആക്ട് ചെയ്യുന്നുണ്ടോ? എഴുതി കഴിഞ്ഞോ? വികാര കവിതയാണ്. എത്ര വികാരം. പ്രസവം കഴിഞ്ഞ സുഖം. എന്ത് നല്ല കവിത. എന്റെ കവിത, എന്റെ രചന മണ്ഡപമേ, നിന്നെ സമ്മതിച്ചടാ. എന്നാ പിന്നെ അത് ഇവിടെ ഒന്ന് ആലോചിച്ചോളൂ.
ഇന്നത്തെ എപ്പിസോഡ് മനോഹരമായ ഒരു കവിതയിലൂടെയാണ് അവസാനിപ്പിക്കുന്നത്. പെട്ടെന്നാണ് അല്ലേ കവിതയുടെ വേദനകൾ വന്നതും ചെയ്തതും. ഞങ്ങൾ ശരിക്കും ഭയന്നു പോയി, എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പേടിച്ചു. ഹാർട്ട് അറ്റാക്ക് ആണെന്ന് വരെ ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ അത് ഹാർട്ട് അറ്റാക്ക് അല്ലായിരുന്നു, വേദനയായിരുന്നു. കവിതയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആലപിച്ചോളൂ. പക്ഷെ ഒത്തിരി വേദന സഹിച്ചിരുന്നാലും ഒരു നല്ലൊരു കവിത ഈ ലോകത്തിന് സമർപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതാണ് ഈ കിടക്കുന്നത്. വെരി ഗുഡ്. കീർത്തനമല്ല, കവിതയാണ്. കർണപടങ്ങൾക്ക് സ്വസ്ഥതയെ കാത്ത കർണാടകത്തിലെ പാട്ടുകാരാ, മാക്കനായിലുള്ള മാക്കാച്ചിത്തവളയുടെ പേക്രം സൗണ്ട്സ് എത്ര ധന്യമെന്നോ. മാക്കനായിലുള്ള മാക്കാച്ചിത്തവളയുടെ പേക്രം സൗണ്ട്സ് എത്ര ഭേദമെന്നോ. ഹാർട്ട് അറ്റാക്ക് ആവുമായിരുന്നു ഭേദം.